ഇന്നലെ കാച്ചിൽ പറിച്ച് തുടങ്ങിയത് നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പുറത്തെ കാച്ചിൽ പറിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് വരണത്. ഇവിടെ അമ്മ പലതരത്തിലുള്ള സാധനങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട്. ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള വിത്ത് എവിടേക്കാണോ കൊള്ളാണ്ട് വന്നേക്കുന്നത് അതൊക്കെ ഇവിടെയാണ് കുഴിച്ചിട്ടേക്കണേ. ഇനി അതൊക്കെ കണ്ടുപിടിക്കണം, അതൊരു ടാസ്ക് ആണേ. മണ്ണും വെള്ളവും കൊടുത്ത ഇങ്ങനെ ഈ കാലിലെല്ലാം ഞാത്ത് പോലെയുണ്ട് കമ്മൽ. ഓരോന്നായിട്ട് കിട്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വലിപ്പം പോരാന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് സങ്കടമൊക്കെ അവിടെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ചെറുകിഴങ്ങ് മണ്ണാങ്കട്ട പോലെയാണ് കേട്ടോ ഓരോ സാധനങ്ങൾ കിട്ടണത്. അതുകൊണ്ട് പപ്പ കൊത്തി കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഒടിഞ്ഞു പോകുന്നുണ്ടേ. അതാണെങ്കിൽ മമ്മിക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നുമില്ല. എന്നടാ കല്ല് പോലെ വളർത്തി ഇറങ്ങിക്കളയല്ലേ. പോവോ അങ്ങനെ അവസാനം വന്ന് നമ്മളൊരു കാച്ചിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പപ്പ അത് അലവാങ്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുത്തി പറിക്കുകയാണേ. മമ്മി എന്ന് കഴിഞ്ഞിട്ട് ഓരോന്നും ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, അവിടെ ചെയ്യുക ഇവിടെ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ കാച്ചിൽ വെള്ളയാണോ നീലയാണോ നമുക്ക് അറിയത്തില്ല, കാരണം അടുത്ത വശത്തേക്കുള്ള വിത്തിനുള്ളതാണിത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് കരിയിലയുടെ ഇടക്കിലേക്ക് എത്താനോ കൊള്ളാലോ. നീ രണ്ട് മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. കാച്ചിൽ, ചേമ്പ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, ചേമ്പ്, ഇത്ര സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അമ്മ മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത വശം നമുക്ക് പറിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വെച്ചേക്കാണേ. ഇനി അമ്മയുടെ പരിപാടി എന്ന് പറയണത് കുറച്ച് ചേമ്പൊക്കെ കട പറിച്ച് ഇട്ടിട്ടുണ്ടാകുന്നില്ലേ, അതിനകത്ത് വലിയ കാര്യമായിട്ട് കിഴങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അമ്മ തിരിച്ച് സെറ്റാക്കി വെക്കുകയാണ്, കുഴിച്ചിടാൻ പോവാണ്. കരിയിൽ അമ്മ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഇട്ടിട്ടാണ് അമ്മ ചേമ്പ് നടാൻ പോണത്. അമ്മ ആ സ്ഥലം നന്നായിട്ട് നിരപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ കൂണ് കൂട്ടിയായിരുന്നെങ്കിൽ ഇപ്രാവശ്യം നിരപ്പാക്കിയിട്ടാണേ. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇതൊക്കെ സെറ്റായിട്ട് കാണാൻ പറ്റുമായിരിക്കും. ഇനി ഇതൊക്കെ മണ്ണിൻ്റെ അടിയിൽ വെച്ചിട്ട് വേണം ബാക്കിയുള്ള വിത്തൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചാക്കിലാക്കി എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ അമ്മ ചെയ്യട്ടെ, അടുത്ത പ്രാവശ്യത്തെ വിളവെടുപ്പിന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, ബൈ.